ഹലോ കൂട്ടുകാരെ, അപ്പോഴേ ഞങ്ങൾ ഇന്നാണെങ്കിൽ ഒരു ചെറിയ ട്രിപ്പ് പോകാം കേട്ടോ. എവിടേക്കാണ് ട്രിപ്പ് പോകുന്നതിന് വഴിയെ കാണാം. നമ്മുടെ ഗബ്രൂട്ടനാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലിരിക്കും അല്ലേ ഗബ്രൂസേ? അല്ലേ? ആ, ആരൊക്കെ ഉണ്ടെന്ന് കാണിച്ചു തരാവേ. മാമി, മാമൻ, അമ്മ, ഡോറയുടെ വീട്. സ്വന്തമായിട്ട് ടിഷ്യൂ കണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയാണ് ട്രിപ്പ് പോകുന്നത്. പോയിട്ട് എന്നിട്ട് നമുക്ക് വിശേഷങ്ങൾ കാണാം കേട്ടോ. ഹാഫ് ഡേ ട്രിപ്പിന്റെ പകുതിയായത്. എത്ര മണിയായിരുന്നു? 3 മണിയാണോ? 2:45. കഴിച്ച് കഴിയുമ്പോൾ എത്ര മണിയാവും? ഇതാണ് വൺ ഡേ ട്രിപ്പ്. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് എല്ലാം കഴിയുമെന്ന് എനിക്ക് തോന്നുന്നത്. ചെന്ന് കഴിയുമ്പോൾ അറിയാം എന്താണെന്നുള്ള അവസ്ഥ. കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് നമ്മൾ എത്തിയത്. എല്ലാവരും എത്തിയിട്ടുണ്ട്, എല്ലാവരും ഉണ്ട്. നമ്മളങ്ങനെ നമ്മുടെ ലക്ഷ്യസ്ഥാനം കണ്ടെത്തി കൂട്ടുകാരെ, കണ്ടെത്തി. അങ്ങനെ എല്ലാവരും എന്തേ കയറാൻ പോവാണത്. അശ്വതി കയറുവാണ്. അതാ നമുക്കങ്ങോട്ടാ പോകേണ്ടത്. ഡീ ആരെങ്കിലും പിടിക്കിട്ട്, നീ അഭ്യാസം കാണിക്കാതെ. ഞാൻ കുറച്ച് ഓവറായി പോയിരുന്നു. വീണ്ടും നമ്മൾ കയറിപ്പോവുകയാണേ. ഇതാണ് മറ്റേ കണ്ട പാലം. മറ്റേ കണ്ടം. മറ്റേ കണ്ട പാലം. നമ്മൾ വന്നിരിക്കുന്ന തെന്മല എക്കോ ടൂറിസ്റ്റ്. അത് കാറ്റിന്റെ ആണ്. പക്ഷെ കൊള്ളാട്ടോ. അയ്യോ, വീണ് ഇതാണ്. വേണ്ട ഇനി ഗ്ലാസ് ഫ്രിഡ്ജിനെക്കാട്ടി അടിപൊളി സാധനം കാണിച്ചു തരാവാ. ഇങ്ങോട്ട് കയറിയതോ എന്റെ പൊന്നു. ഗ്ലാസ് ഫ്രിഡ്ജിനെക്കാട്ടി പേടിക്കണ്ട. ഇവിടെ വന്നു നിന്നാ മതി. ഇവിടെ ഒന്നും കമ്പി ഒന്നും ഇല്ലാത്തടത്ത്. ഷെമി നടക്കുന്ന നോക്കി എങ്ങനെയാന്ന്. ഷെമി വീഴത്തില്ലടി. താഴോട്ട് നോക്കിയേ. ഇല്ല, ഞാൻ താഴെ നോക്കത്തില്ല. നല്ല ഹൈറ്റ്. ഇത് ഇവിടെ ഇതാടാ ഇതുണ്ട്. ഇവിടെ നിന്ന് താഴോട്ട് നോക്കി. നല്ല ഹൈറ്റ്. എനിക്ക് ഹൈറ്റ് അല്ലടാ പേടി. എനിക്ക് വെള്ളമാ പേടി. അവക്ക് നെഞ്ചിടിക്കുന്നു. എന്താ കേസ് സെറ്റ് സ്ഥലം കേട്ടോ. നമ്മുടെ തെന്മല എക്കോ ടൂറിസ്റ്റ് നിന്ന് കേട്ടോ. നല്ല അടിപൊളി കൊള്ളാട്ടോ. ആർക്ക്? അപ്പൊ ഞങ്ങളെല്ലാരും വന്നിരിക്കുന്നത് തെന്മല എക്കോ ടൂറിസ്റ്റിലാണ് കേട്ടോ. ശ്രുതി, മിനോയി എല്ലാരും നാണ്ട ഇവിടേക്ക്. വേണ്ട ബാ മിനോയ്, എല്ലാരും ഹായ് പറ. നിലത്ത് പോവല്ലേ ഫോണ്. ഹായ് ഗബ്രു, ഹായ് അണീര്. ഹായ്. ഇഷ്ടായാ? അയ്യോ, മരങ്ങളൊക്കെ ഉണ്ട്. പൊന്ന് ബാ, ഫോട്ടോസ് എടുക്കണം. ബാബാ ഫോട്ടോസ് എടുക്കാം. അശ്വതി, ഇങ്ങ വാങ്ങോ. ഇത് ഞങ്ങളിവിടെ കണ്ടേക്കുന്ന അടയ്ക്കാണ ഒരു ആളുകൾ കയറി അടയ്ക്കുന്നു. എനിക്ക് ഫോട്ടോസ് എടുക്കാം. അതിസാഹസികമായിട്ടത് ഞാൻ സ്റ്റെപ്പ് കയറി കാണിച്ചിരാന്നും പറഞ്ഞോണ്ട് ഡോറ കയറുവാ. നോക്ക്, അശ്വതിയുടെ അവകാശമാണ്, അധികാരമാണ്. കിടക്കും, ഇത്രയും വരെ കിടക്കും, ഇത്രയും കയറത്തുന്നില്ല. ഇത് നമുക്ക് ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്നതാണല്ലോ. നീ അവിടുന്ന് അങ്ങനെ വളഞ്ഞും പൊളിഞ്ഞും കിടക്കുന്നത്. അവിടേക്ക് ഞാൻ എടുക്കാൻ നിന്നെ. ആ പോ, കേറിപ്പോ. പണ്ട് ഈ പനിയുടെ ഏതാണ്ട് ഇളകിപ്പോയെന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. അതുകൊണ്ട് മേളോട്ട പടിയെല്ലാം അശ്വതി ശിവയും കൂടെ കയറി തുടങ്ങി. ഞാൻ വന്ന് എടുക്കാം. വീഡിയോ എടുത്തോണ്ടിരിക്കുന്നു. ഗബ്രൂസ് കണ്ട എന്റെ ഇരിക്ക സെറ്റ്. ഇവിടെ നിന്നപ്പോ നിന്റെ അടുത്ത് പറഞ്ഞ എടുക്കാന്ന് പറഞ്ഞിട്ട് ഇവിടെ പറയുന്നില്ല, അടുത്തോട്ട് വന്ന് എടുക്കുന്നില്ല അല്ലേ അശ്വതി? ഈ ആഴം കണ്ട. ഓ, എന്തോ പൊന്നെ കൊച്ചിനെ എടുക്കാനത്. ബട്ട് ആ സമയം പോന്നു. അമ്മ എടുത്ത് മതി, കുഴപ്പമില്ല.
ശ്വാസം മുട്ടുമല്ല, ശ്വാസം മുട്ടല്ല, 3 പ്ലേറ്റ് ബിരിയാണി അല്ലയോ കുത്തിക്കയറ്റിയത്, പിന്നെ അങ്ങനെ ശ്വാസം മുട്ടായിരിക്കും. എൻ്റെ വയറ് കണ്ടാലും പറയും. നിന്റെ വയറ് കണ്ടാ പറയും ബിരിയാണി കഴിച്ചെന്ന്. എന്റെ വയറ് കണ്ടാലും പറയണ അശ്വതി ബിരിയാണി കഴിച്ചെന്ന്. ആകെ 4 കിണ്ണം ബിരിയാണി ഓർഡർ ചെയ്തത്. കുറച്ച് ബിരിയാണി ഗബ്രുവിനും കൊടുത്ത് അതിന്റെ ബാക്കി ഞാനും കഴിച്ച്. പിന്നെ നോക്കിയപ്പോൾ കണ്ട ഇതിനെയൊക്കെ എന്തോ പറയാനോ, വേദനയുടെ അത്രയും വരത്തില്ല ശ്വാസം. വീട്ടിൽ ചെന്ന് കിടന്ന് വേദന അത് വേണ്ട, കുടിച്ചാൽ ശരിയാവത്തില്ല, നേരെ തീർത്ത് വേണ്ട. നാസി ഇറക്ക്, വേണ്ട എനിക്കത് പേടിയാ. നാസി നിർത്ത്, എനിക്ക് പേടി, അപ്പാക്ക് പേടി. എടുത്തോ നടക്കത്തില്ല. അത് പറഞ്ഞ് നമുക്ക് തലേ കയറണ്ടേ, ഇവിടെ അടുത്ത് പറഞ്ഞെടുത്ത് കയറരുത്. അവിടെ വരുന്നു എന്നാ ബിനോയ് അശ്വതി കയറി വരൂ. ലക്ഷ്യസ്ഥാനത്തേക്ക് ഇനിയും കിടക്കുവോ? 1 കിലോമീറ്ററാ. ഇനി ബിനോയ് പറഞ്ഞു കയറ്റുള്ള സ്ഥലത്തൊന്നും പോകണ്ട. 1 കിലോമീറ്ററാ കിടക്കുവാ. ഇവിടുന്ന് അങ്ങോട്ടാ ലെഫ്റ്റോ റൈറ്റോ പറഞ്ഞ? അയ്യോ അത് മറന്നുപോടാ. അവിടെ അയാളുടെ വഴി പോലും ഇല്ല, നമ്പർ പോലും ഇല്ല. അവിടെ ഇരുന്ന് വിശ്രമിക്കാം. റൈറ്റ് ആണോ? റൈറ്റിലോട്ടാ പാതയുള്ള. റൈറ്റ്. വരണ്ട് ഓരോരുത്തര്. പിന്നെ അതാ നിങ്ങൾ മാത്രമേ കാണത്തോളൂ പറഞ്ഞത്. അതുപോലെ വെക്കേഷൻ ഏരിയ കഴിഞ്ഞല്ലോ. ഇനി താഴെ എല്ലാരെയും കാണിക്കണ്ടേ. ഷെമിയെ എങ്ങനെയുണ്ട്? അടിപൊളിയാ. ഞാൻ മടങ്ങിയിരുന്നാണ് ഞാൻ എവിടെ താന്നിരിക്കുന്നത്. പൊടി പോലും കുഴഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ അവിടെ ബെഞ്ചിൽ കിടന്നായിരുന്നു. അതെ സ്റ്റെപ്പ് കയറുമ്പോ അങ്ങനെയാണ്. നമ്മളിനി വലത്തോട്ടോ? പിന്നെ ചേട്ടൻ കുഴഞ്ഞോ? എന്തുകൂടാ ബിരിയാണി കഴിക്കാത്ത വയറ് ബട്ടൺസ് വരെ വലിച്ചിരിക്കുന്നത്. ഞാൻ ഫുഡൊന്നും അങ്ങനെ കഴിക്കാത്തോണ്ടാന്ന് തോന്നുന്നു, ഞാൻ കുഴഞ്ഞിട്ടില്ല. ഈ സൈഡിലോട്ട് നീങ്ങി നടക്കേ. അയ്യോ ആ നെറ്റൊക്കെ മുറിച്ചിട്ടെങ്കിലും മിക്കവാറും പുലി ഇറങ്ങിയിട്ടുണ്ടാവുന്നോ നോക്കിയേ. ഡാഡിയാണ്. ഗബ്രൂസ് നടക്കുന്ന നോക്കിയാ. എടി അറ്റത്തൂടെ നടക്കാതെ ഇങ്ങോട്ട് മാറിയടാ. ഫുള്ള് കാട് കേട്ടോ. ഇതിലെ കൂടെ തന്നെയല്ലേ വഴി? എനിക്കറിയില്ല. ഫുള്ള് കാട് കേട്ടോ. ഇതിലെ കൂടെ ഇവിടുന്ന് എക്സിറ്റ് പോയിന്റിൽ എത്തുമെന്ന് പറഞ്ഞു. ഒരു തൂക്കുപാലത്തിൻ്റെ അടുത്ത് എത്തുമെന്ന് പറഞ്ഞു. അതാണ്ട് ആരോ വെച്ചപ്പോ ഉണ്ടോ അവിടെ? ആണോ? നല്ല പേടിയാവുന്നു കേട്ടോ ഇത് കണ്ടിട്ട്. ഷെമി എങ്ങനെയുണ്ട് ഫീല്? ഷെമി ഇത്ര നേരം നല്ല അടിപൊളിയുണ്ട്, രസമുണ്ടെന്നൊക്കെ പറഞ്ഞു. കേട്ടോ നല്ല അടിപൊളി സ്ഥലം കേട്ടോ. വന്നിട്ട് അവരൊക്കെ അതുവഴി പറഞ്ഞപ്പോഴത്തേക്ക് രസം പോയാ. ഇനി അടുത്ത നമുക്ക് വഴിയുണ്ട് ഇതിലേ കൂടെ കേട്ടോ. അപ്പൊ പിന്നെ ഇതിലേ കൂടെ പോയി വഴി അവിടെ നേരെ കിടക്കുന്ന വഴി കൂടെ പോകാം. ഇതിലെ വേണ്ട താഴോട്ട് കിടക്കുന്നുണ്ടല്ലോ. എന്റെ വയറല്ലേ നീ ഫോക്കസ് ചെയ്യുന്നത്? എന്റെ വയറല്ല ഫോക്കസ് ചെയ്യുന്നത്. ഫോക്കസ് ചെയ്യാണ്ടൊക്കെ ഇല്ല. ഇല്ല ഇറങ്ങി നോക്കി പറഞ്ഞേ. എനിക്ക് നിന്നെ ഞാൻ എടുത്തിറക്കാം. നീ എടുത്തോട്ട് വാ.
അങ്ങനെ ഷെമിയും ഡോറയൊക്കെ താണ്ട് തളർന്നു വന്നിരിക്കുക. എങ്ങനെയുണ്ട് ഡോറ? എന്തിന്? അശയുടെ നെറ്റി മുട്ടനായൊരു കൊതു. ആ പേര് പറഞ്ഞ ഒറ്റ അടിക്കണ്ട. ഈ ഇതിലേക്കൂടെ ഇച്ചിരി എടുത്തോണ്ടിറങ്ങണമായിരുന്നു കേട്ടോ. സ്റ്റെപ്പ് ഇത്തിരി മോശമാണ്. ആ പാറ കൊണ്ടുള്ള കല്ല്, പാറ കൊണ്ടുള്ള സ്റ്റെപ്പ് പടി പോലെ. പടി അവിടെ വരെ 2 പടി അങ്ങനെ ഉള്ളൂ, ബാക്കിയെല്ലാം ചിന്തിച്ച് കിടക്കുക. ഇന്ന് ഗബ്രൂസിന്റെ ഹാൻഡ് ഓവർ ഞാനാണെങ്കിൽ നാസിയിൽ നടത്തി. ഷെമി മറക്കത്തില്ല. നിന്റെ ആങ്ങളെ കൂടെ അല്ല, നിന്റെ ആങ്ങളെ കൂടെ വന്നിട്ട് എപ്പോഴും പറയുന്നതാ ഇനി ഞാൻ ഒരിക്കലും ഈ അഡ്വഞ്ചർ മറക്കത്തില്ല. അതുപോലെ പെങ്ങൾക്കും കിട്ടി. ഞങ്ങളൊക്കെ സൂഹിക്കാൻ പോകുന്നല്ലേ നിങ്ങൾ പറയുന്ന മലയിൽ പോകുമ്പോ. ആ വിക്രമാദിത്യനെ പോലെ ചാടിക്കറിക്കോ? അല്ല, വേതാളത്തിനെ പോലെ ചാടിക്കറിക്കോ? ചാടി അങ്ങ് കയറിക്കോ. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇച്ചിരി വഴിയുണ്ട്. പിന്നെ ഫുള്ള് കാട് കേട്ടോ, അതാണ് ഏറ്റവും ഫുള്ള് കാട്. പിന്നെ ഇവിടെ വരുമ്പോൾ എല്ലാവരും ഈ പറയുന്ന കണക്ക് അഡ്വഞ്ചറിൻ്റെ കാര്യം ഞാനൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരാം. നമ്മൾ ഓരോ അഡ്വഞ്ചറിലും കയറുമ്പം ഒരേ റേറ്റാണ് കേട്ടോ. ഒരേ അഡ്വഞ്ചറിലും കയറുമ്പോൾ ഒരേ റേറ്റാണ്, കുഴപ്പമില്ല. ഇപ്പം ഈ പാലത്തിൽ കയറിയതിന് 150 രൂപയായി. പിന്നെ തൂക്കുപാലം ഉണ്ട്, വേറെ ഒരുപാട് അഡ്വഞ്ചർ ഉണ്ട്. ഓരോ അഡ്വഞ്ചറിനും ഓരോ റേറ്റാണ് ഇവർ പറയുന്നത്. അപ്പം നമുക്ക് തിരഞ്ഞെടുക്കാം ഏത് വേണമെന്ന്. മൊത്തത്തിൽ 450 രൂപ പറഞ്ഞാൽ എല്ലാ അഡ്വഞ്ചറിലും കയറുന്നതിന്. ഞാനും കൂടെ വരാം. ഇപ്പം ഞങ്ങൾ ഇതിൽ മാത്രമേ കയറുന്നുള്ളൂ, അതുകൊണ്ട് 150 രൂപ. അപ്പം 4 പേർക്ക് 600 രൂപയായി കേട്ടോ. കുരങ്ങന്മാർ കരയുന്ന സൗണ്ട് കേൾക്കുന്നു ഇതിൻ്റെ ഇടയ്ക്ക് നിന്നൊക്കെ. എന്ത് വിശദീകരണം? കോഴി കരയുന്നല്ലേ വിശക്കുന്നത്? വിശക്കുമ്പോ കരയുന്ന സൗണ്ട് അപ്പൊ കൂട്ടുകാരെ, നമ്മളിപ്പോ എവിടെയാ? എവിടെയാ? എവിടെ? കുറച്ച് ഡോറ എടുത്തോണ്ട് കുറച്ച് ഞാനും മൊത്തം പാലമായിരിക്കും വിചാരിച്ചു, പക്ഷെ പാലമല്ലായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചത് ഇതുപോലെ തന്നെ നടക്കാനുള്ളത്. ആശ്രമത്തിൽ കയറിയ സാധനം ബിനോയ് അല്ലാതെ കേട്ടാ, നേരിട്ട് രംഗങ്ങൾ കണ്ടിട്ടില്ലല്ലോ. സിപ്ലൈൻ ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ലെന്ന് തോന്നുന്നു. കമ്പിക്കകത്ത് തലയിടിക്കല്ലോ, വെള്ളമില്ലെന്ന്. അതില്ല. ബോട്ടിംഗ് ഉണ്ടോ? ഈ ചെറുതിനകത്ത് കിടന്ന് എന്തോ ബോട്ടിങ് ചെയ്യാന്? ബോട്ടുണ്ട്, പക്ഷെ ചവിട്ടുന്ന പെടലോ ഒന്നും ഇല്ലെന്നാണ്. സീറ്റും ഉണ്ട്, ഒരു സാധനം ഉണ്ട്, വേറൊന്നും ഇല്ല. ഈ ചെറുതിനകത്ത് കിടന്ന് എന്ത് ചെയ്യാന്? വെള്ളത്തിലൊന്നും പോലും ഇവിടെ അവള് അങ്ങോട്ട് അവിടെ അങ്ങോട്ട്. അഡ്വഞ്ചർ ക്ലോസ് ആട്ടോ, അതാ പറഞ്ഞു ഇവിടെ ആരും ഇല്ലാന്ന് പറഞ്ഞത്. അതുകൊണ്ട് അങ്ങോട്ട് പോലെ അവൻ നിക്കട്ടെ, അവിടെ നിന്നാ മതി. എപ്പോഴല്ലേ കുത്തി കയറ്റിയേ? ആരെല്ലാം പറഞ്ഞു ചോറ്? എന്നിട്ട് പറയുന്നത് ഞാൻ കുത്തിക്കയറ്റിന്ന്. എന്താ വിനോദ് കുത്തിക്കയറ്റി? ഞാൻ കുത്തിക്കയറ്റി. അശ്വതി ഉൾപ്പെടെ വിനോദ് കൊച്ചിനെയും കൂടെ. കൃത്രിമ തടാകമാടാ. ഇത് കൃത്രിമ തടാകമാ. കണ്ടില്ലേ? പോളിത്തീൻ ഷീറ്റ് ഉണ്ടോ? ബുദ്ധിമുട്ടുണ്ടോ? ആ ഉണ്ട്. എന്താ തീർത്തരുവോ? എന്നാ തീർത്ത. എനിക്ക് ഇത് വറ്റിച്ചേരണം. അതിസാഹസികമായിട്ട് എൻ്റെ കൂടപ്പറപ്പ് ഇതാണ്ട് വലയിൽ കൂടെ നടക്കാൻ പോകണം. വളരെ അതിസാഹസികമായിട്ട്. ഷെമി എടുത്തു വെക്ക്, നമ്മുടെ കുടുംബത്തിന് മഹിമ കാണിക്ക്. നാസി ഞെട്ടണം. ഞാൻ അങ്ങോട്ട് എടുത്തു വെക്ക് വെച്ചേ. വല പൊട്ടിയാലൊന്നും പേടിക്കണ്ട, നിലത്ത് വേണോ എടുത്തുള്ളൂ. ഷെമി കേറ്, നാണം കെടുത്തരുത്. എന്തിന്? ഷെമി ചുമ്മാ നീ നടന്നു കയറി, വീഴത്തൊന്നുമില്ല. അങ്ങനല്ല, ഞാൻ പറയാ കൂടെ. എനിക്ക് നെഞ്ചുവേദനയാ, എനിക്ക് നെഞ്ചുവേദനയോ. പിടിച്ചോ. ഇതിനത് വലിയ ഊട്ടയാ. ഇങ്ങനെ ഇവിടെ ചവിട്ടി ഇങ്ങനെ. എടാ നീ മാറ, അവള് തനിയെ പോട്ടാ. അവള് തനിയെ പോട്ട്. അതിനകത്ത് ചവിട്ടി, ഞാൻ പിടിച്ചേക്കാം. ആദ്യം ഒന്ന് ചവിട്ട്.
ആ 2 പേര് ചവിട്ട് താന്നോട്ടോ ആ കുത്ത് ഷെമി പൊട്ടത്തില്ല. ഇനി മുമ്പോട്ട് പോകും അങ്ങനെ പോയിക്കോ, അങ്ങനെ അങ്ങ് നടന്നോ. അങ്ങനെ ഇല്ല ഷെമി ഞാൻ പറ്റും, നീ കാല് പൊക്കി വെച്ചേ. അങ്ങനെ കാല് പൊക്കി വെച്ചു. വീണ്ടും അടുത്ത കാല്. പേടിയാന്നേ പോണ്ട, ഇനി തിരിച്ചു പോകാം. ചുമ്മാതാ, പോണം. ഷെമി 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 പൊട്ടിയാൽ നിലത്ത് വീഴത്തില്ലേ ഉള്ളൂ. പൊട്ടിയ നിലത്ത് വീഴത്തില്ലേ ഉള്ളൂ. പറയാൻ പറ്റത്തില്ല എപ്പോഴാ പൊട്ടുന്നുള്ളത്. പുലി അങ്ങനെ ചാടി വരുന്ന സമയത്താണ് എന്ത് ചെയ്യും? പ്രോത്സാഹിപ്പിച്ച് കുഴിയിൽ ചാടിച്ച്. ഷെമി ഇപ്പോഴെങ്ങാണ് പുലി വന്നാൽ എന്ത് ചെയ്യും ഷെമി? ഞങ്ങള് മേലെ ഇരിക്കുകയാണ്, വലയെ കുരുങ്ങി കിടന്നോളൂ. ഇല്ല, വലയുടെ മേളിലായിരിക്കും അത് ആദ്യം ചാടി കയറുന്നത്. റിസ്ക് ഇല്ലാതെ വലയ്ക്കകത്ത് നിന്ന് പിടിച്ചോണ്ട് പോകാൻ പറ്റും. ഞാൻ വൈകിട്ട് ആശുപത്രി കൊണ്ടാ പേടിച്ചറിഞ്ഞു. ഒന്ന് പെട്ടെന്ന് നടക്കും കൊച്ചേ അങ്ങോട്ട്, കുടുംബം നാണം കെടുത്താൻ വേണ്ടിട്ട്. ഞാൻ കയറും ഇപ്പം. ആ ഇതല്ലേ അതിലും പോണ്ടതാ. അയ്യോ അതും ക്ലോസ് ആണോ? ദാ പടിയിലോട്ടിരിക്കടി, ആ സ്റ്റെയറിലോട്ട്. ഈ മരത്തിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ വല്ല അണലിയോ പാമ്പോ വല്ലതും ഉണ്ടോന്ന് അറിയാൻ പറ്റത്തില്ല. ഷെമി ഇങ്ങോട്ട് നോക്കിയേ. അത് പണ്ടും അങ്ങനെയാണല്ലോ, ഇപ്പോഴാണോ മനസ്സിലായത് ആ നഗ്ന. നീ പോ, ഞാൻ വരാം. ഷെമി ഇപ്പുറത്ത് എത്തട്ടെ, എന്നിട്ടായി എനിക്ക് എക്സ്പ്രഷനും കൂടി എടുക്കണം. എൻ്റെ ഷെമി അങ്ങോട്ട് നടന്നേ അനങ്ങി. ഇതെന്ത് ഈ കാണിക്കുന്നത്? ഏത്? അത് ഇപ്പുറത്ത് വരട്ടെ. ഷെമിയെ ഒന്ന് അനങ്ങി നടന്നേ അങ്ങോട്ട്, നാണം കെടുത്താൻ വേണ്ടിയിട്ട്. എന്താ നടക്ക്. ആ ചവിട്ടി കയറി അങ്ങനെ തന്നെ. അത് കുഴപ്പമില്ല, വീഴത്തില്ല. ആ കെട്ടിനകത്ത് ചവിട്ടിയാ മതി, 2 കെട്ടിനകത്ത്. ആ ചവിട്ട്. ചവിട്ടിക്കോ, ചവിട്ടിനനുസരിച്ച് താന്നോളൂ. ചവിട്ടുന്നനുസരിച്ച് പൊന്തിക്കോളൂ. ഇയാൾ ചവിട്ട് കണ്ടാ. ആ ആ കേറ്. ആ ഇനി കമ്പി പിടി. ഈ കമ്പി പിടിക്ക്. ആ കമ്പിയല്ല, ഈ കമ്പി പിടി. കമ്പി പിടി. ആ കാല് വെക്ക, ഒരു കാല് പൊക്ക്. നീ വീഴത്തില്ല, വീണാലും കയറിനകത്തോട്ടെ വീഴത്തോളൂ. പൊട്ടി. ആ പൊക്ക്, പിടി. ഇനി അടുത്ത കാല് പൊക്കി വെക്ക്. വെക്ക്. കേറ് കേറ് കേറ്. ആ മുഖം കാണിച്ചേ. എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ആ ഇനി നമ്മുടെ കാട്ടുമക്കാൻ വരാൻ പോവാ. എന്ത് നാസിക്കായിക്ക് എന്താ എന്റെ വെയിറ്റ് വാങ്ങൂടാ. ഇപ്പോഴാണോ ഇവിടെ വിളിക്കാൻ സമയം കിട്ടിയ ഇയാൾക്ക്? നല്ല രസം കേട്ടോ ഇത്. ഇങ്ങനെ ഇത് കൊള്ളാട്ടോ. ഇപ്പോഴാണ് ഇയാൾക്ക് വിളിക്കാൻ സമയം കിട്ടിയേ? വിളിക്കാൻ ഇപ്പോഴാണോ സമയം കിട്ടിയെന്ന്? ശരി, വിളിക്കാൻ ഇപ്പോഴാണോ സമയം കിട്ടിയെന്ന്? ഹലോ കേൾക്കുന്നില്ലയോ? വേണ്ട ഇങ്ങനെ വിളിക്കാൻ ഇപ്പോഴാണോ സമയം കിട്ടിയെന്ന്? നീ വീഡിയോ എടുക്കുന്നുണ്ടോ? ആ എന്നിട്ട് മൈക്കിനകത്തോടെ കേൾക്കില്ലല്ലോ. ശരി, അതാ ഞാൻ കോൾ എടുത്തത്. വാ, വീഡിയോ എടുത്തോണ്ടിരിക്കുക. അതിനകത്ത് കേൾക്കില്ല. മൂഞ്ചിയെല്ലാം കിട്ടുന്നുണ്ട്. ഇയാൾ വാ. ഒന്നും പറഞ്ഞത് കേട്ടില്ല. അവൻ പറയുന്നല്ലേ, നീ പറയുന്ന കേട്ടോന്ന് ചോദിച്ചാ. അത് കുഴപ്പമില്ല, ഇയാള് കേറി വാ. ഇയാളുടെ മുഖം ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പൊ ഇയാൾ പേടിക്കുന്നോ ഞങ്ങൾ എങ്ങനെ അറിയും? വിനോദ് പേടിപ്പിക്കുന്ന ഒരൈറ്റം ഉണ്ട്. അപ്പുറത്ത് വാ. ഞാൻ പറയാനകത്ത് കയറിയ വിനോദ് പേടിക്കും. ധൈര്യം ഉണ്ടോ? ഞാൻ പറയുന്ന അത്ര കാരണം. വാ. നമ്മള് ഇവിടെ വന്നപ്പോ കണ്ടൊരു കാഴ്ച കണ്ടോ? ഓ ഇതിനെയൊക്കെ കൊത്തിപ്പറിച്ച് വെച്ചേക്കൂടാ. കാക്കങ്ങനെ കുത്തിയായിരിക്കും. ഒക്കെ പക്ഷികളൊക്കെ ഇതിങ്ങനെ പെട്ടെന്ന് ഓടത്തില്ലല്ലോ. ഇതിന്റെ ദേഹത്തെല്ലാം മുറിവ്. കൈ കാണിച്ചാൽ വരുമെന്ന് തോന്നേട്ടോ, തൊടാന്ന് തോന്നേട്ടോ. ഓ അതാ വരും. പിന്നെ എനിക്ക് ഫോട്ടോ എടുക്കാവേ. മീനെ കണ്ടപ്പോഴത്തെ ഒരു തുള്ളിച്ചാട്ടം.
അയ്യോ വെള്ളത്തിറങ്ങല്ലേ, വെള്ളത്തിറങ്ങല്ലേ. ആ ഞാൻ പിടിച്ചോണ്ടാ. ഒരു തുള്ളിച്ചാട്ടം കുറേ ഉണ്ട് മീൻ. ഇതിന് തൊടാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഇല്ല പോകൂടെ സമയമാകുമ്പോ. തൊട്ട് തൊട്ട് തൊട്ട്. അയ്യോ ഷൂസാണ്. വെള്ളത്തിറങ്ങല്ലേ. ഗബ്രൂസിനെ തൊടണോ? ഗബ്രൂസിനെ തൊടണോ? വാ അതിനെ പോലെ പൊക്കിറ. ഷൂ ഷൂ ഷൂ. എനിക്ക് അടുത്തിട്ട് വരട്ടെ, അടുത്തിട്ട് വരുമ്പോൾ തൊടാം. മറ്റേ എന്തോ കുഞ്ഞുങ്ങളാണോ പറയുന്നത്? ഇത് സാധാ മീനാടാ. അല്ലടാ ഇത് ഗപ്പീസാടാ, ഗപ്പിയാ. കുറേ ഉണ്ട് നോക്കിയേ. ഗബ്രൂസേ ഇഷ്ടമായോ? ആണോ? വേണ്ട വെള്ളത്തിറങ്ങണ്ട, വെള്ളത്തിറങ്ങണ്ട. ആകെ വന്നപ്പോൾ ഒരിക്കലും സന്തോഷം തോന്നിയത്. ഗബ്രു വിട്ടുകൊണ്ട് ബാബാന്ന് വിളിക്കുന്നു. അങ്ങനെ എല്ലാവരും വേണ്ടേ യാത്ര ചെയ്ത് കുഴഞ്ഞടിച്ചിവിടെ വന്നിരിപ്പുണ്ട്. ആദ്യമേ നമുക്ക് നാസിൽ നിന്ന് തുടങ്ങാം. എങ്ങനെ ഉണ്ടായിരുന്നടാ? അതെന്താ ഒരു എന്നാലും നടക്കാൻ കൂടുതലായിരുന്നു. വേറെ പക്ഷെ കുഴപ്പമില്ല, മഴയും കൂടെ ഉണ്ടായിരുന്നു കുറച്ച്. നല്ല രസമുണ്ടായിരുന്നു. ഇനി നമുക്ക് അടുത്ത ഡോറയിലോട്ട് പോകാം. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല സുഖമായിരുന്നു. ആദ്യത്തെ കുറച്ച് വലിയ നല്ല പ്രതീക്ഷയായിരുന്നു. പിന്നെ അങ്ങോട്ട് ചെന്നപ്പോ വഴിയില്ല ഗൈസ്, നല്ല പാട്. എടുത്തോണ്ടും ശ്വാസം മുട്ടലും ഭയങ്കര സീനായി. ശ്വാസം മുട്ടല്. ഇനി ഇവിടെ പറ എന്തൊറ്റി? എനിക്കിച്ചിരി വെള്ളം തരും. വേറെന്താണോ ട്രാവലിനെ കുറിച്ച് പറ. നല്ല രസമായിരുന്നു. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര വെറുതെയായിരുന്നു. പിന്നെ അത് വളരെ കുറഞ്ഞു ഫോണിന് ബാറ്ററി ലോ ആയി പോകുന്നുണ്ട്. ആദ്യത്തെ ആ ഒരു ഇതുണ്ടല്ലോ പാലോ, അത് കണ്ടപ്പോ നമ്മള് അവിടം വരെ അതായിരിക്കും. 5Gയിൽ നിന്ന് 4Gയിലേക്ക് പിന്നെ 3Gയിലേക്ക് ഇവിടെ എത്തിയാ മതി. അത് കടന്നതല്ലേ പാട്ട്. പിന്നെ എങ്ങനെ 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 ഒന്നുകൂടെ കാണിച്ചേ. ഫോട്ടോ എടുക്കണം. അയ്യോ ഇന്നത്തെ ദിവസം ഇങ്ങനെ പോയി. അപ്പം ഇനി നിനക്കൊന്നും വേണ്ടല്ലോ, വെള്ളമൊന്നും വേണ്ടല്ലോ. ആ